അഭിനയിക്കും. ഒരെണ്ണം കഴിച്ച് ഇവിടെ രണ്ടാമത്തത് അപ്പൊ ഇന്ന് ഓണാണ്. നമ്മളിവിടെ ഓണത്തിന് നമ്മളെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് മാനവന്റെ വീട്ടിലേക്ക് നമ്മളെ എല്ലാവരെയും സദ്യ കഴിക്കാൻ വേണ്ടിട്ട് ക്ഷണിച്ചിരിക്കുകയാണ്. ഇതാണ് എന്റെ ഫുൾ ഡ്രസ്. നമ്മൾ കുറെ പേരുടെ കഴിഞ്ഞു. ഹായ് പറയൂ. നമ്മളങ്ങനെ ഇതാണ് ഓണവീട്. വീട്ടിൽ ഒരുപാട് അത്തക്കളമൊക്കെ ഉണ്ട്. പൂക്കളെ. ഇതാണ് ഐശുവിന്റെ ഒരത്തം. അടുത്ത അത്തമാണ് ഈ അത്തം. ഇതാണ് ഷൈസുന്റെ അത്തം. ഹാപ്പി ആണോ? അത്തം പോയി. അഭിനയിക്കും. ഇത് അത്തം ഇട്ടിരുന്ന അത്തത്തിനെ ഷൈസ് പൊളിച്ചിരിക്കുകയാണ് ഗൈസ്. അതാണ് ഈ കാണുന്നത്. നീ ഒതുക്കി വെച്ചാൽ മതി. ഒതുക്കി വെച്ചാൽ ഓക്കെ. അത്തമിട്ട് കഴിഞ്ഞു. ഇനി പായസം തരും, സദ്യ തരും. ഇവിടെ ഭയങ്കര തർക്കം. എങ്ങനെയാണ് സദ്യ വിളമ്പുന്നത്? നമുക്ക് അങ്ങനെയൊന്നുമില്ല. അമ്മ ആടെ ഇഷ്ടമില്ല. എത്ര കൂട്ടുണ്ട് നമ്മുടെ സദ്യയില്? എല്ലാ കറിയും കൂടെ കൊടുത്താൽ എണ്ണയില് മൊത്തത്തിൽ എത്ര കൂട്ടാണ് സദ്യക്കുള്ളത്? നമ്മൾ ഇവരുടെ അടുക്കളയിലേക്ക് കയറി ചെല്ലുകയാണ്. എന്താണ് ഇവിടെ നടക്കുന്നത് നോക്കാം. വാഴയിലുണ്ട്. മോസിനെ ചോറ് വിളമ്പുന്നുണ്ട്. 2 കൂട്ടം പായസം ഉണ്ട് തോന്നുന്നു ഗൈസ്. ഇല്ല. അപ്പൊ ഇത് ആയിഷയുടെ ഇല കഴുകുന്നു. കാക്കപ്പൊടി പായസം. അപ്പൊ പുളിശ്ശേരി ഉണ്ട്. സാറല്ല, നമുക്കിങ്ങനെ ജസ്റ്റ് ഈസി മാത്രം മതി. അയ്യോ, ഇങ്ങനെ പേടിച്ചാലോ. ബാക്കി എല്ലാ കറിയും ഇവിടെ ഉണ്ടെന്നാ അറിയിച്ചത്. ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഐഷു. ഇതാണ് ഐഷുവിന്റെ റൂം ഗൈസ്. ഐഷുവിന്റെ റൂം ടൂർ ഐഷു തന്നെ ഒരു ദിവസം ഇടുന്നതായിരിക്കും. വല്ലാത്തൊരു റൂം ടൂർ ആയിരിക്കും അത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളിത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്ക്, മുകളില് സ്റ്റാർ വരെ സെറ്റാക്കിയിട്ടുണ്ട് പെണ്ണ്. നിങ്ങളെല്ലാവരും ഐഷുവിനോട് ഐഷുവിന്റെ റൂം ടൂർ എന്തായാലും ചോദിക്കേണ്ടതാണ്. ഇതെന്റെ റിക്വസ്റ്റ് ആണ് ഗൈസ്. ശ്രീനാരായണ ഗുരു ഉണ്ട്, കൃഷ്ണനുണ്ട്, രാധേകൃഷ്ണനും ഉണ്ട്. എല്ലാരും ഉണ്ട് ഗൈസ്. പിന്നെ പെയിന്റിങ്സ്, കാര്യങ്ങള്, കഥകളി, ഈ സംഭവമൊക്കെ ഉണ്ട്. എന്താ വെള്ളത്തിന്റെ അകത്ത് റോസാപ്പൂവും പൂവ് ഇട്ട് വെച്ച സംഭവം. അപ്പുറം വിളക്ക്, കാര്യങ്ങൾ. ഒരു സ്പെഷ്യൽ ഐസ്പിറ്റുള്ള വീടാണ് ഗൈസ്. ഇതാണ് ഐസുവിന്റെ കല്യാണ ഫോട്ടോ. ഇത് ഐഷുവും മാനവും. ഇത് മുനീർ പിന്നെ വരച്ചു കൊടുത്തതാണ്. സദ്യ കഴിച്ച് ക്ഷീണിച്ച് കിടക്കുവാണ് ഗൈസ്. ഇല്ല, നീ സദ്യ കഴിച്ച്. ഒരെണ്ണം കഴിച്ച്. ഇവിടെ രണ്ടാമത്തെ കഴിക്കാൻ വേണ്ടി ഇവിടെ കാത്തിരിക്കും. നമ്മൾ ദുബായിലുള്ളവരെ വീഡിയോ കോള് വിളിച്ച് നമ്മളെ സദ്യ സ്പോൺസർ ചെയ്യിക്കുന്നത് മാനവ ചേട്ടൻ അൽ അറബി ഒട്ടഹ. ദുബായിൽ മണലാരത്തിൽ കിടന്നുണ്ടാക്കിയ പൈസ വെച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ സദ്യ കഴിക്കുന്നത്. ഇല്ല, അത് മറ്റേ ദൈവമാണ് നമ്മുടെ. അതുകൊണ്ട് ദൈവങ്ങൾക്കിടയിൽ എല്ലാ ദൈവങ്ങൾക്കും ഇടയിലാണ് നമുക്ക് മാനവന്റെ സ്ഥാനം.
എല്ലാം വിളിച്ച് പറയും അങ്ങനെയാണ് ഇത് നമുക്ക് ഇഞ്ചി വന്ന കൈസ് പാവ മുന്നേറിന് അച്ചാർ ചോറ് തീർന്നു കേട്ടോ എല്ലാ കറികളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ അതെ നമ്മള് ചോറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് guys. പപ്പടം വന്നോ, ചോറ് വന്നോ, മതിയിടി. നീ അവിടെ നിന്ന് തുടങ്ങിയിട്ടല്ലേ എനിക്ക് വെച്ചിട്ടില്ല. സോറി. കൊച്ചമീന്റെ മണം. ഇതാണ് നമുക്ക് ഐഷു സെറ്റ് ചെയ്ത് തന്നെ. അതിന്റെ ഇടക്ക് ഫോണ് സദ്യ. മാങ്ങാച്ചാറ് നാരങ്ങാച്ചാറ് ഇഞ്ചി ഞാൻ വെച്ച് ബാക്കിയെല്ലാം അമ്മ വെച്ചു. പായസം പ്രഥമൻ. കുടിച്ചില്ലല്ലേ ഇവിടുത്തെ ഗ്ലാസ് ഭയങ്കര ഹൈലൈറ്റുള്ള സാധനം. അത് മാനവ ചേട്ടൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്സാ. നമ്മളെല്ലാരും ഇവിടെ ഇങ്ങനെ ഫുഡും കഴിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് പായസം കുടിച്ചതിന്റെ കെട്ടിറങ്ങാൻ വേണ്ടിട്ട് എല്ലാരും ഇരിക്കുവാണ്. അന്തറാണെങ്കിൽ പിറ്റ് ആരും ഇരിക്കാണ്. ഹാപ്പി അവക്കിട്ടറാ കല്യാണം കഴിഞ്ഞു എല്ലാം ഉണ്ടോ? പരിപാടി കഴിഞ്ഞു. അയ്യോ എന്റെ ഫ്രണ്ടില് വന്ന്. നമ്മള് പരിപാടിയൊക്കെ പോവുകയാണ്. അതിന്റെ വ്ലോഗ് ഉണ്ടാവോന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂല. ഉണ്ടാവോ ഉണ്ടാവുന്നാണ്. ശരി, എന്താ വീട്ടിലെത്തി നമ്മള് ജസ്റ്റ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ട്രിവാൻഡ്രത്തേക്ക് ഇറങ്ങാം കേട്ടോ, സിറ്റിയിലോട്ട്. എന്നിട്ട് ഞാൻ ഡ്രസ്സ് ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്ത്, ഇവനാണ് പാൻറ് മാത്രം ചേഞ്ച് ചെയ്ത് സെയിം ഷർട്ട് ഇട്ട് ഓനും ഫുള്ള് ചേഞ്ച് ആയിട്ട് വന്നു. പിന്നെ നേരെ തിരുവനന്തപുരത്ത് പോയി. അവിടെ പോയി കാർ ഒരു സൈഡിൽ വെച്ച് നമ്മൾ പിന്നെ നടക്കുമായിരുന്നു ഗൈസ്. മൊത്തം കനകക്കുന്ന് മൊത്തം ബ്ലോക്ക് കാര്യങ്ങൾ, പിന്നെ ലൈറ്റ്, അതൊക്കെ വല്ലാത്ത രസമായിരുന്നു. ഞാൻ ഇതിപ്പോൾ ട്രിവാൻഡ്രത്ത് ഓണം കൂടുന്നത് 3ാമത്തെ തവണ എന്തോ ആണെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അവിടുത്തെ ഓരോ കലാപരിപാടികളൊക്കെ കണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നടന്നു. ഭയങ്കര ആൾക്കാരുണ്ടായി കേട്ടോ, അടിപൊളിയായിരുന്നു. പക്ഷേ ഓരോ സ്റ്റേജിലും ഓരോ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. പിന്നെ ഒരു പോപ്കോണൊക്കെ കഴിച്ച് അതിൻ്റെ അകത്തുള്ള സ്ഥലത്ത് പോയിട്ട് കഥകളീൻ്റെ എന്തോ ഒരു സംഭവമാണെന്ന് തോന്നുന്നു, അതൊക്കെ കണ്ടു. അടിപൊളിയായിരുന്നു. അങ്ങനെ ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഡ്രോൺ ഷോ കണ്ടത്. പിന്നെ ഡ്രോൺ ഷോ ഒക്കെ പോയി കണ്ട് ഞാൻ വീഡിയോസ്, അതിൻ്റെ ക്ലാരിറ്റി ഉള്ള വീഡിയോസ് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ വീട്ടിൽ വരികയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. എൻ്റെ ഓണം വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ.